ഹലോ ഗായ്സ്, ഞാനാണ് സ്പൈഡർമാൻ. ഇന്ന് നമ്മൾ പാമ്പുകളെ എങ്ങനെ പ്രതിരോധിക്കുക എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അതിനു മുമ്പായിട്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആസ് വി ഓൾ നോ, കേരളത്തിൽ ഇപ്പോൾ നല്ല ചൂടാണല്ലേ. കേരളത്തിലല്ല, ഇന്ത്യ മൊത്തത്തിൽ ഇപ്പോൾ ചൂടിലാണ്. ഈ ചൂട് നമുക്ക് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഉണ്ടെന്ന് ഇതുകൊണ്ടാണ് പാമ്പുകളുടെ ശല്യം കൂടുതൽ എന്നും നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് പാമ്പുകളെക്കുറിച്ച് അറിയാനും അവരെ എങ്ങനെ പ്രതിരോധിക്കാമെന്നറിയാനാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തണുപ്പുള്ള സ്ഥലം തേടിയാണല്ലേ പാമ്പുകൾ വരുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കിണർ, ബാത്റൂം, വിറകുപുര, മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടം. പിന്നെ ഇപ്പോൾ എല്ലാ വീട്ടിലും ടൈൽസ് ആണല്ലോ. ഇങ്ങനെ തണുപ്പുള്ളിടത്തൊക്കെയാണ് പാമ്പ് വരുന്നത്. ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിലേക്ക് പോകുന്നതിന് മുൻപായി നമുക്ക് കേരളത്തിൽ പ്രധാനമായി കണ്ടുവരുന്ന പാമ്പുകളെക്കുറിച്ച് നോക്കാം. ആദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള 4 പാമ്പുകളെക്കുറിച്ച് നോക്കാം. അതിലാദ്യത്തേത് അണലി അഥവാ റുസൽസ് വൈപ്പർ. തടിച്ച ശരീരം, ത്രികോണാകൃതിയിലുള്ള തല, ചങ്ങല കണ്ണികൾ പോലെയുള്ള അടയാളങ്ങൾ, ഇതൊക്കെയാണ് തിരിച്ചറിയാനുള്ള വഴി. ഇവർ ഇലകൾക്കിടയിലും പുല്ലിനും അനങ്ങാതെ കിടക്കും. ശബ്ദമുണ്ടാക്കി മുന്നറിയിപ്പ് നൽകുന്ന ശീലവുമുണ്ട്. രണ്ടാമത്തേത് മൂർഖൻ അല്ലെങ്കിൽ സ്പെക്ടക്കിൾഡ് കോബ്ര എന്നും പറയും. തല ഉയർത്തി പത്തി വിടർത്തുന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. പത്തിയുടെ പിന്നിൽ കണ്ണട പോലുള്ള അടയാളവും കാണാം. അടുത്തത് വെള്ളിക്കെട്ടൻ അഥവാ കോമൺ ക്രേറ്റ്. തിളങ്ങുന്ന കറുപ്പ് നിറവും ശരീരത്തിൽ ജോഡികളായ വെളുത്ത വരകളുള്ളവയാണിവ. രാത്രികാലങ്ങളിൽ വീടിനുള്ളിൽ കടക്കാൻ സാധ്യതയുള്ള ഇവയുടെ കടി പലപ്പോഴും വേദനയില്ലാത്തതിനാൽ തിരിച്ചറിയാൻ പ്രയാസമാണ്. അവസാനമായി ചുരുട്ടമണ്ഡലി അഥവാ സോ സ്കെയിൽഡ് വൈപ്പർ. അണലി വർഗത്തിൽപ്പെട്ട ചെറിയ പാമ്പാണിത്. ശരീരം തമ്മിൽ ഉരസി സി എന്ന ശബ്ദമുണ്ടാക്കും. ചെറിയ പാമ്പാണെങ്കിലും ഇവയുടെ വിഷം മാരകമാണ്. ഇത്രയുമാണ് കേരളത്തിൽ പൊതുവെ വിഷമുള്ള പാമ്പ്. ഇനി വിഷമില്ലാത്തതും കുറഞ്ഞ വിഷമുള്ളതുമായ പാമ്പുകളെ കുറിച്ച് നോക്കാം. ആദ്യം ചേര അല്ലെങ്കിൽ റാറ്റ് സ്നേക്ക്. ഇത് പൊതുവെ കൃഷിയിടങ്ങളിലും പറമ്പുകളിലും സാധാരണയായി കാണുന്നു. വിഷമില്ലാത്ത ഇവർ എലികളെ പിടികൂടാൻ സഹായിക്കുന്നതിനാൽ കർഷകരുടെ സുഹൃത്തായി അറിയപ്പെടുന്നു. അടുത്തതായി നീർക്കോലി അഥവാ ചെക്കേർഡ് കീൽബാക്ക്. ജലാശയങ്ങൾക്ക് സമീപം കാണപ്പെടുന്നു. ആക്രമകാരിയാണെന്ന് തോന്നുമെങ്കിലും ഇവയ്ക്ക് വിഷമില്ല. അടുത്തത് പച്ചിലപ്പാമ്പ് അഥവാ പൈൻ സ്നേക്ക്. മരങ്ങളിലും ചെടികളിലും കാണുന്ന ഇവൻ തല നീണ്ടതും കൂർത്തതുമാണ്. നേരിയ വിഷമുണ്ടെങ്കിലും മനുഷ്യർക്ക് അപകടകാരിയല്ല. അവസാനമായി മണ്ണൂലി അഥവാ സാൻഡ്ബോ. മണ്ണിൽ പതുങ്ങിക്കിടക്കുന്ന ഇവയ്ക്ക് വിഷമില്ല. ഇനി നമുക്ക് പാമ്പുകൾ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പാമ്പുകൾ സാധാരണയായി മനുഷ്യരെ തേടി വന്ന് ആക്രമിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ വരൂ നോക്കാം. ഒന്നാമതായി പ്രതിരോധം. അറിയാതെ പാമ്പിൻ്റെ മേൽ ചവിട്ടുകയോ അവയെ പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ സ്വയരക്ഷയ്ക്കായി അവ കടിക്കുന്നു. രണ്ടാമതായി ഭയപ്പെടുമ്പോൾ പെട്ടെന്ന് പാമ്പിൻ്റെ മുന്നിൽ ചെന്നുപെടുകയും അവയ്ക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാതാക്കുകയും ചെയ്താൽ അവ ആക്രമിക്കും. അടുത്തതായി മുട്ടയിട്ട് കിടക്കുന്ന സമയം. ചില പാമ്പുകൾ മുട്ടയിട്ട് അതിന് കാവലിരിക്കുന്ന സമയത്ത് കൂടുതൽ ആക്രമണകാരികളാകും. അവസാനമായി ഇര തേടുമ്പോൾ എലികളെയോ തവളകളെയോ പിടിക്കാൻ വീടിൻ്റെ പരിസരത്തെത്തുന്ന പാമ്പുകൾ മനുഷ്യ സാന്നിധ്യം ഭീഷണിയായി കണ്ടാൽ ആക്രമിക്കാം. ഇനി പാമ്പ് വരുന്നത് തടയാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപായി ഈ വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് 10 മണിക്കൂർ എടുത്തു. അതിന് ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പാമ്പ് വരുന്നത് തടയാൻ രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് നിർബന്ധമായും കരുതുക. വീടിൻ്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. കാട് പിടിച്ച് കിടക്കുന്നത് ഒഴിവാക്കുക. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എലികളെ ഇല്ലാതാക്കുക. പാമ്പിന് ഭക്ഷണമാവുന്ന മറ്റു ജീവികളെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വീടിന് ചുറ്റും വെള്ളം കെട്ടി നിർത്താതിരിക്കുക. ഇനി പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉടൻ ആൻറ്റിവെനം അഥവാ ASP ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക. നമ്മൾ ശാന്തമായിരിക്കണം. ഈ സമയത്ത് നമ്മൾ പാനിക്കായാൽ രക്തസമ്മർദ്ദം കൂടി വിഷം ശരീരം മുഴുവൻ പകരാൻ സാധ്യതയുണ്ട്. പിന്നെ കടിയേറ്റ ഭാഗം അനാവശ്യമായി മുറുക്കി കെട്ടിവെക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പാമ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ. ഇനി ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള അടുത്ത വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വിവരം എല്ലാവർക്കും എത്തിക്കാൻ ഷെയർ ചെയ്യൂ. താങ്ക് യു.